നാറൂട്ടോ യൂണിവേഴ്സിൽ തന്നെ പകരം വെക്കാനില്ലാത്ത രണ്ട് വംശങ്ങളാണ് സെഞ്ചു ക്ലാനും ഉച്ചിഹ ക്ലാനും. അതിൻ്റെ രക്തത്തിൽ നിന്നാണ് ഇതിഹാസത്തിന് തന്നെ ആ ഒരു കണ്ണുണ്ടായത്. പക്ഷെ ഈ കണ്ണ് അതിൻ്റെ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തിയത് ഒരു ഉസുമാക്കിയുടെ ശരീരത്തിലാണ്. അവനവയെ തൻ്റേതാണെന്ന് കരുതി. പക്ഷെ അവൻ്റെ കണ്ണുകളിലെ ആ ദിവ്യാലകൾ മാതരയുടെ ശാപമായിരുന്നു. ജീവിതത്തെയും മരണത്തെയും വളയ്ക്കുവാനുള്ള ശക്തിയും അവനെ വേദനയുടെ ദൈവമാക്കിയ ഭാരവുമായിരുന്നു അത്. അതെ, തന്ത്രങ്ങളിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ കണ്ണുകൾ. ആ കത്തിജ്വലിക്കുന്ന റിനഗനെ സംശയിക്കാത്ത ഒരു ഉസുമാക്കി കുട്ടിയിൽ പ്രതിഷ്ഠിച്ചപ്പോൾ അവൻ്റെ ഇച്ഛാശക്തി വിധിയെ തന്നെ രൂപപ്പെടുത്തി. സാക്ഷാൽ ഗോസ്റ്റ് ഓഫ് ഉച്ചിഹയായിട്ടുള്ള മാതര വിത്തുകൾ നട്ട് ഒബിറ്റോ ഉച്ചിഹോ വളർത്തിയെടുത്ത നഗാട്ടോ നാശത്തിന്റെ ഒരു പുഷ്പമായി മാറി, അഥവാ പെയിൻ എന്ന ദൈവമായി മാറി. ഓക്കെ ഫൈൻ, ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് നമ്മുടെ പെയിൻ അഥവാ നഗാട്ടോ ഉസുമാക്കിക്ക് എങ്ങനെയാണ് റിനഗൻ കിട്ടിയത് എന്നാണ്. നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ റിനഗൻ എന്ന് പറയുന്ന ആ ഗോഡ് ലൈക്ക് പവറുള്ള ആ ഒരു ഐ അവേക്കൺ ചെയ്യണമെങ്കിൽ അസുരയുടെയും ഇന്ദ്രയുടെയും ആ രണ്ട് ബ്ലഡ് ലൈൻ കോമ്പിനേഷൻസ് വേണം. അല്ലെങ്കിൽ സേജ് ഓഫ് സിക്സ് പാത്ത് നേരിട്ട് അവതരിച്ച് നിങ്ങൾക്ക് ഗ്രാൻഡ് ചെയ്യണം. നാറൂട്ടോ എൻറ്റയർ യൂണിവേഴ്സിൽ ഈ ഒരു രണ്ട് രീതിയിലല്ലാതെ റിനഗൻ എന്ന് പറയുന്ന ആ ഗോഡ് ലൈക്ക് ഡൊജിറ്റ്സു നിങ്ങൾക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ഐ ടെക്നിക്സ് കിട്ടത്തില്ല. അങ്ങനെ ഇരിക്കെ ഉസുമാക്കി ക്ലാനിൽപ്പെട്ട നഗാട്ടോ എന്ന് പറയുന്ന കാലം പിന്നെ പെയിൻ എന്ന് വിളിച്ച ആ ഒരുവന് എങ്ങനെ റിനഗൻ കിട്ടി? റിനഗന്റെ ഒറിജിനൽ ഹിസ്റ്ററി നമ്മൾ ഇതിൽ പറയുന്നില്ല. എന്നിരുന്നാലും റിനഗനെ പറ്റിയുള്ള എൻറ്റയർ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ വീഡിയോ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഒരു സമ്മറൈസ് വേർഷനിൽ പറയുകയാണെങ്കിൽ റിനഗൻ എന്ന് പറയുന്ന ഒരു ലെജൻഡറി ഡൊജിറ്റ്സു അല്ലെങ്കിൽ ഐ ടെക്നിക്കാണ് ഹോഗറോമ ഔട്ട്സുക്കിയുടെ അല്ലെങ്കിൽ സേജ് ഓഫ് സിക്സ് പാത്തിന്റെ. നാറൂട്ടോയുടെ എൻറ്റയർ യൂണിവേഴ്സിൽ ഇത് അവേക്കൺ ചെയ്തതായിട്ട് ഒരാളെ മാത്രമേ പറയുന്നുള്ളൂ. അതാണ് ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ ആയിട്ടുള്ള മധര ഉച്ചിഹ. ഇന്ദ്രയുടെ ക്ലാനില്, അതായത് ഹോഗറോമ ഔട്ട്സുക്കിയുടെ മക്കളാണ് അസുരയും ഇന്ദ്രയും. അതിൽ ഇന്ദ്രയുടെ ആ ഒരു വംശ പരമ്പരയിൽ വരുന്നവരെയാണ് നമ്മൾ ഉച്ചിഹ വംശം എന്ന് പറയുന്നത്. അസുരയുടെ വരുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റന്റ് കസിൻസ് ആയിട്ട് വേണമെങ്കിലും പറയാം, ഉസുമാക്കി പ്ലസ് നമ്മുടെ സെഞ്ചു ക്ലാനും. സോ ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു DNA കോമ്പിനേഷൻ കൂടിയാൽ റിനഗൻ അവേക്കൺ ചെയ്യാൻ പറ്റുള്ളൂ. മാതര ഉച്ചിഹ മാത്രമേ ഇത് ചെയ്തിട്ടുമുള്ളൂ. സോ ഈ രണ്ട് ചക്രയുടെ ഒരു റീയൂണിയനാണ് ഹോഗറോമോസിന്റെ ചക്ര ക്രിയേറ്റ് ചെയ്യുന്നതും റിനഗൻ എന്ന് പറയുന്ന ആ ഒരു ഐ അവേക്കൺ ചെയ്യുവാൻ സാധിക്കുന്നതും. ഇനി നഗാട്ടോ അല്ലെങ്കിൽ പെയിൻ ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിനഗൻ ആകെ അവേക്കൺ ചെയ്തത് മാതരയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. മാതര റിനഗൻ അവേക്കൺ ചെയ്യുമ്പോഴേക്കും അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഏജ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ പ്രായം കയറി ഏകദേശം മരിക്കാറായി, നിയർലി ഡെത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് നമ്മുടെ മാതര റിനഗൻ അവേക്കൺ ചെയ്തത്. ആ ഒരു ടൈമിൽ അദ്ദേഹത്തിൻ്റെ ബോഡിക്ക് ഇത് പ്രോസസ് ചെയ്യാനുള്ള എൻറ്റയർ പവർ ഒന്നുമില്ലായിരുന്നു. മാതര ഇത് അവേക്കൺ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഷിറാമയുടെ, അതായത് സെഞ്ചു ക്ലാനിൽപ്പെട്ട വൺ ഓഫ് ദി ഗ്രേറ്റ് ഗോഡ് ഓഫ് ഷിനോബി എന്നറിയപ്പെടുന്ന ഹാഷിറാമയുടെ സെൽസ് ഉപയോഗിച്ചിട്ടാണ് മാതര റിനഗൻ അവേക്കൺ ചെയ്യുന്നത്. ഓൾറെഡി ഷരിൻഖാൻ ഉള്ളതുകൊണ്ടും ഷരിൻഖാന്റെ എവല്യൂഷന്റെ മൂർധന്യ അവസ്ഥയിലിരിക്കുന്ന ആ ഒരു ഭാവത്തിനെയാണ് നമ്മൾ റിനഗൻ എന്ന് തന്നെ പറയുന്നത്. സോ അത്രയും ഏജ്ഡ് ആയിരിക്കുന്ന മാതര ആദ്യം നോക്കിയത് തൻ്റെ ഈ കണ്ണുകൾ സുരക്ഷിതമായി ആരെയും കയ്യിൽ ഏൽപ്പിക്കുവാനാണ്. ബട്ട് എന്തുകൊണ്ട് നഗാട്ടോ ഉസുമാക്കി എന്ന ചോദ്യത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഉസുമാക്കി ക്ലാൻ. ഈ ഉസുമാക്കി ക്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാം തരം ക്ലാനാണ്. ഞാൻ ക്ലാനിൻ്റെ വീഡിയോ സ്പെസിഫിക്കലി ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി എടുത്ത് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ചക്ര റിസർവ് ഉള്ള, ഏറ്റവും കൂടുതൽ സ്റ്റാമിന ലൈഫ് ഫോഴ്സ് ഉള്ള ഒരു ക്ലാനാണ് ഈ ഉസുമാക്കി ക്ലാൻ. അതുകൊണ്ട് തന്നെ മാതരയ്ക്ക് ഇത് അറിയാമായിരുന്നു. ഇമ്മൻസ് ആയിട്ടുള്ള ലൈഫ് ഫോഴ്സും ചക്ര റിസർവും ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ചെറിയ, അതായത് പൊടിക്കുഞ്ഞായിരുന്ന നഗാട്ടോ ഉസുമാക്കിയുടെ ആ ഒരു കണ്ണുകളിലേക്ക് മാതര ഉച്ചിഹ ഇത് ഇംപ്ലാന്റ് ചെയ്യുമായിരുന്നു. വേറെ ആരിതെടുത്താലും, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒബീറ്റോ ഉച്ചിഹ പോലും ഒരു റിനഗൻ മാത്രമേ എടുക്കുന്നുള്ളൂ, ഈവൻ ദോ ഷരിൻഖാൻ എല്ലാം ഉണ്ടായിട്ട് പോലും. കാരണം അത്ര അത് വീൽഡ് ചെയ്യണമെങ്കിൽ അത്ര പവർ വേണം. അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, അത് വെച്ച് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ ഈ ഉസുമാക്കിയുടെ പവർ എന്തേരമായിരുന്നത്. സോ അതുപോലെ മരണപ്പെടാതെ ആ ഒരു കണ്ണ് പ്രോസസ് ചെയ്യാനുള്ള ഒരു പവർ വേണമെങ്കിൽ അത് ഉസുമാക്കി ക്ലാനിലുള്ളവർക്ക് മാത്രമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മുടെ മാതര ഉച്ചിഹ നഗാട്ടോ ഉസുമാക്കി. എടുത്തു പറയുകയാണെങ്കിൽ ഈ നഗാട്ടോ എന്ന് പറയുന്ന ആ ഒരു കൊച്ച് ജനിച്ചത് നമ്മുടെ ഈ റെയിൻ വില്ലേജിലാണ്. ഈ റെയിൻ വില്ലേജ് ഗ്രേറ്റ് നിഞ്ച വാറിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയൊരു കുഞ്ഞു വില്ലേജ് ആയിരുന്നു. ഓർഫൺ ആണെന്ന് തന്നെ പറയാം നഗാട്ടോ ഉസുമാക്കി. അതുകൊണ്ട് തന്നെ പേരൻസ് ഇല്ല. ആ ഒരു ടൈമിലാണ് നമ്മുടെ മാതര ഉച്ചിഹ നഗാട്ടോ ഉസുമാക്കിനെ കണ്ടുപിടിക്കുന്നതും റിനഗനൈസ് അവന് നൽകുന്നതും. അവൻ അറിയില്ലായിരുന്നു, അവൻ വിചാരിച്ചുകൊണ്ടിരുന്ന അവന് തന്നെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ആ ഒരു ഗിഫ്റ്റായിട്ട് തന്നെയായിരുന്നു. ലേറ്ററാണ് നമുക്കും പോലും സീരീസിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഇതിനുശേഷമാണ് നമ്മുടെ നഗാട്ടോ യാഹിക്കോയിനെയും കൊനാനെയൊക്കെ കണ്ടുമുട്ടുന്നതും ഇവർ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടുള്ള അക്കാട്സുക്കി എന്ന് പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നതും. പിന്നെ കഥ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം പെയിനായി മാറുന്നുണ്ട്. കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ യാഹിക്കോയുടെ മരണത്തെ തുടർന്ന്, ആ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള മരണത്തെ തുടർന്ന് ഫുൾ ഓഫ് സിക്സ് പാത്തിൻ്റെ പവേഴ്സും റിനഗൻ ഉപയോഗിച്ച് അദ്ദേഹം ചെയ്യുന്നൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ അക്കാട്സുക്കി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഫോൺ ചെയ്തിട്ട് ടെയിൽഡ് ബീസ്റ്റിനെ ഹണ്ട് ചെയ്യുന്ന എല്ലാം ചരട് വലിച്ചുകൊണ്ടിരുന്നത് ഒബീറ്റോ ആണ്, അല്ലെങ്കിൽ ടോബിയാണ്. സോ ഇതെല്ലാം മാദ്രയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു വേണമെങ്കിൽ പറയാം. ഒരു പോൺസ് അല്ലെങ്കിൽ ഒരു കളിപ്പാവകളായിരുന്നു ഈ പറയുന്ന ഒബീറ്റോ ഉച്ചിഹയും അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ നഗാട്ടോ ഉസുമാക്കി അല്ലെങ്കിൽ പെയിൻ. സോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പെയിൻ അഥവാ നഗാട്ടോ ഉസുമാക്കിക്ക് നാച്ചുറലായിട്ട് ഗിഫ്റ്റ് ചെയ്തു വന്ന ഒരു സാധനമല്ല റെനഗൻ. ഇത് മാദ്ര ഉച്ചിഹ തന്നെ വാർദ്ധക്യമായപ്പോഴേക്കും അവൻ്റെ ആ ഒരു കണ്ണ് ഒബീറ്റോ ഉച്ചിഹ ആയിട്ടുള്ള പ്ലാനല്ല ഇതിൻ്റെ കൺകറൻ്റ്ലി നടന്നു പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് അറിയാം മാദ്രയുടെ മാസ്റ്റർ പ്ലാൻ തന്നെയായിരുന്നു ഇതല്ല. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇംപ്ലാന്റ് ചെയ്ത് നമ്മുടെ നഗാട്ടോ ഉസുമാക്കിക്ക് കൊടുത്തതാണ്. ഇങ്ങനെയാണ് നമ്മുടെ നഗാട്ടോ ഉസുമാക്കിക്ക് ആ ഒരു റെനഗനൈസ് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് നഗാട്ടോയുടെ ലൈഫ് സ്റ്റോറിയോ കാര്യങ്ങളൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എങ്ങനെയാണ് റെനഗൻ ആക്റ്റീവ് ആയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നഗാട്ടോയുടെ ഫുൾ സ്റ്റോറി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇനി കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി റെനഗൻ എന്ന് പറയുന്ന ആ ഒരു കണ്ണിൻ്റെ പവറും ഒറിജിനും ഹിസ്റ്ററിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് തുടരെ കാണിക്കുകയാണ്. വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാം. ഇതിഹാസങ്ങളനുസരിച്ച് ഈ ഒരു കണ്ണ് പൊസസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു നോട്ടം കൊണ്ട് രാഷ്ട്രങ്ങളെ നശിപ്പിക്കുവാനും ഒരു മന്ത്രിക്കൽ കൊണ്ട് അവരെ ഉയർപ്പിക്കുവാനും കഴിയും. ലോകം സൃഷ്ടിക്കും നാശത്തിനുമിടയിൽ ആടി ഉലയുമ്പോൾ ഈ ഒരു കണ്ണ് ഉയർന്നു വന്നു. അത് വെറും കാണുവാൻ മാത്രമല്ല, ഭരിക്കുവാൻ വേണ്ടി. അതെ, ദൈവങ്ങളുടെ ഏറ്റുമുട്ടലിൽ നിന്ന് ജനിച്ചവനും സൃഷ്ടിയുടെ ശക്തിയാൽ ശപിക്കപ്പെട്ടവനും. ഇത് വെറും കണ്ണല്ല, ഇത് സ്വർഗത്തിന്റെ തന്നെ വജ്രമുദ്രയായ ഒരു കണ്ണാണ്. 3 ഗ്രേറ്റ് ഡൊജിറ്റ്സുകളിൽ ബ്യാക്കുകാരും ഷെരിയുങ്കാനും മുന്നിൽ നിൽക്കുന്ന ആ ഒരു ദൈവത്തിന്റെ കണ്ണ്. അവർ അതിനെ ഒരു കെട്ടുകഥ എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ഒരു സന്യാസിയുടെ അഹങ്കാരം എന്നും പറഞ്ഞു. പക്ഷെ അത് തുറക്കുമ്പോൾ യാഥാർത്ഥ്യം തന്നെ വിറയ്ക്കുകയുണ്ടായി. അതെ, ഇത് അനുവദിച്ചിട്ടുമില്ല, പാരമ്പര്യമായി ലഭിച്ചിട്ടുമില്ല. വിധിയെ തന്നെ ജയിക്കുന്നവർക്ക് മാത്രമേ ഇത് ഉണർത്തുവാനാകുകയുള്ളൂ. ഇതാണ് റെനഗൻ. ഓക്കെ ഫൈൻ, റെനഗൻ നാറുട്ടോ യൂണിവേഴ്സിൽ 3 ഗ്രേറ്റ് ഡൊജിറ്റ്സുകളിലെ ഏറ്റവും ഓവർ പവേർഡ് അല്ലെങ്കിൽ OP ആയിട്ടുള്ള ഒരു കണ്ണാണ് റെനഗൻ. ഷരിങ്കനും നമ്മുടെ സ്വന്തം ബ്യാക്കുകാനും മുന്നിൽ നിൽക്കുന്ന, എല്ലാ രീതിയിലും മുന്നിൽ നിൽക്കുന്ന ഒരു ഗോഡ് ലൈക്ക് പവർ ഉള്ള ഒരു ഡൊജിറ്റ്സു ആണ് റെനഗൻ. റെനഗന് സംസാര ആയി എന്നുള്ള ഏലിയാസ് നെയിമും ഉണ്ട്. ഇതിന്റെ ഒറിജിൻ സ്റ്റോറി ഒന്ന് സമ്മറൈസ് വേർഷനിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ഔട്സുസുക്കി ക്ലാനിലെ അല്ലെങ്കിൽ ഗോഡ് ക്ലാൻസിലെ കാഗുയ ഒരു ഫ്രൂട്ട് കഴിച്ചപ്പോൾ റിനെ ഷെരങ്ക എന്ന് പറയുന്ന ഒരു കണ്ണ് അവേക്കനായി. ഇത് തൻ്റെ മക്കളായ ഹോഗുറാമയ്ക്കും ഹാമുറയ്ക്കും സ്പ്ലിറ്റ് ആയി പോവുകയും ചെയ്തു. ഹോഗുറാമയ്ക്ക് കിട്ടിയതാണ്, അല്ലെങ്കിൽ സെയ്ജോ സിക്സ് പാത്തിന് കിട്ടിയതാണ്, പോസസ്ഡ് ആയതാണ് ഈ പറയുന്ന റെനഗൻ. ഗോഡ്സ് അല്ലാതെ മനുഷ്യരിൽ 2 പേര് മാത്രമേ ഇത് അവേക്കൻ ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളൂ. 1 മാദര ഉച്ചിഹ, 2 സാസ്കെ ഉച്ചിഹ. വെയിറ്റ്, നിങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി. നഗാട്ടോ അല്ലെങ്കിൽ പെയിൻ, ഒബീറ്റോ ഇവർക്കൊക്കെ ഇത് എങ്ങനെ കിട്ടിയെന്നല്ലേ? തുടരെ പറയാം. അതിനു മുമ്പ് ഈ ഒരു റെനഗൻ അവേക്കൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് 2-3 രീതികളിൽ പറ്റും. 1, നമ്മുടെ ഹോഗ്രാമ അല്ലെങ്കിൽ സെയ്ജ് ഓഫ് സിക്സ് പാത്തിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് മേടിക്കുക. 2, അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ആസുറയും ഇന്ദ്രയുടെയും ചക്ര നേച്ചർ കോമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് റെനഗൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ മദറ ഉച്ചിഹ റെനഗൻ ആക്ടിവേറ്റ് ചെയ്തത്. മറിച്ച് സാസ്കെ ആകട്ടെ ഡയറക്റ്റ്ലി നമ്മുടെ ഹോഗ്രാമയുടെ അടുത്ത് നിന്ന് ഗ്രാൻഡ് ചെയ്യപ്പെട്ട റെനഗനായിട്ടാണ് നടക്കുന്നത്. ഹാഷിരാമയുടെ കൂടെ സെൽസ് വെച്ച് ഉപയോഗിച്ചിട്ടാണ് മാദര ഉച്ചിഹയ്ക്ക് റെനഗൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ 2 പേരുടെയും, അതായത് ഇന്ദ്രയുടെയും അസുരയുടെയും ആ ഒരു കോമ്പിനന്റ് നേച്ചർ ഓഫ് എനർജി നമ്മുടെ മാദരയ്ക്ക് കിട്ടുകയും തുടർന്ന് റെനഗൻ അവേക്കൻ ചെയ്യുകയും സാധിച്ചു. എന്നാൽ ഇത് സാധിച്ചപ്പോഴേക്കും മാദര നിയർലി ഡെത്ത് എന്ന് തന്നെ പറയാം. അതായത് 100 വയസ്സിൻ്റെയൊക്കെ മണ്ടയിൽ പോയിരുന്നു. സോ ഈ ഒരു ടൈമിൽ വലിയൊരു പ്രോസസ് ചെയ്യാനുള്ള ഒരു പവർ അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു കണ്ണുകൾ മറ്റു ചിലരിലേക്ക് താൽക്കാലികമായി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു കുട്ടിയായിരുന്നു നഗാട്ടോ അല്ലെങ്കിൽ പെയിൻ. അതായത് ഉസുമാക്കി ക്ലാനിലുള്ളവർക്ക് വളരെയധികം നേരം നല്ല റിലയബിൾ ആയിട്ടുള്ള ചക്രയുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് എത്ര നേരം വേണമെങ്കിലും ഇവരത് പ്രോസസ് ചെയ്തുകൊള്ളും എന്നുകൊണ്ടുമാണ് നഗാട്ടോയ്ക്ക് മാദര ഈ ഒരു കണ്ണ് കൊടുക്കുന്നത്. എന്നാൽ ഈ ഒരു പെയിൻ അല്ലെങ്കിൽ നഗാട്ടോയാണ് ഈ ഒരു റെനഗന്റെ ഫുൾ പവർ അനീം സീരീസിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അതിനി നോക്കാം. 6 പാത്ത് ടെക്നിക് എന്നറിയപ്പെടുന്ന റിക്കോഡോ നോ ജുത്സു അല്ലെങ്കിൽ റെനഗൻ യൂസറിന് ആക്സസിബിൾ ആയിട്ടുള്ള 6 മേജർ എബിലിറ്റീസ് നോക്കാം. 1ാമത്തെ പവർ ദേവാപാത്ത് എന്നാണ് പറയുന്നത്.
ഇതിന് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറാണ് തരുന്നത്. ഇത് ഭയങ്കര ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരു പവർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തിനേയും എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് തന്നെ 3-4 ടെക്നിക്സിലൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് എൻറ്റയർ കൊണോഹ തന്നെ നമ്മുടെ പെയിൻ ഡിസ്ട്രോയ് ചെയ്യുന്നതും പിന്നെ മറ്റേ ബ്ലാക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളുമൊക്കെ. ഈ ഒരു വീഡിയോയിൽ റിനഗൻ മെയിൻ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് തന്നെ 6 പാക്ക് ടെക്നിക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് വേറൊരു വീഡിയോയിലാകാം. ഇപ്പോൾ നമുക്ക് റിനഗന്റെ മേജർ ആയിട്ടുള്ള 6 പാക്ക് ടെക്നിക്സ് മാത്രം നോക്കാം. സോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദേവാ പാത്ത്, ഞാൻ പറഞ്ഞല്ലോ മെയിൻ പവർ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ്. രണ്ടാമത്തെ പവർ അസുര പാത്താണ്. അസുര പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേഷൻ ആയിട്ടുള്ള വെപ്പൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ സീരീസിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ബോഡി തന്നെ ഒരു മെക്കനൈസ്ഡ് ആയിട്ട് ഒരു വലിയൊരു ഹ്യൂമൻ ടാങ്ക് പോലെ നിന്ന് കുറേ വെപ്പൺസും മിസൈൽസും ഒക്കെ ഇങ്ങനെ വിടുകയും ചെയ്യും. ഒരു ഡിഫെൻസീവ് അറ്റാക്കിംഗ് മിസൈൽ മാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ പവർ എന്ന് പറയുന്നത് ഹ്യൂമൻ പാത്താണ്. ഹ്യൂമൻ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഹ്യൂമൻസിൻ്റെയും സോള് എക്സ്ട്രാക്ട് ചെയ്യുവാനും മൈൻഡ് റീഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പാക്ക് പവറാണ് ഹ്യൂമൻ പാത്ത്. നാലാമത്തെ പവർ എന്ന് പറഞ്ഞാൽ ആനിമൽ പാത്താണ്. ഇവിടെ നമുക്ക് വലിയ സമ്മൺ ചെയ്യാൻ പറ്റും വലിയ ആനിമൽസിനെ, ഡീമൺസിനെ തന്നെ പറയാം. കാരണം നറൂട്ടോ സീരീസിൽ തന്നെ ജിറായ ആയിട്ടുള്ള പെയിൻ്റെ ഫൈറ്റിൽ കുറേ ഡീമൺസിനെ നമ്മുടെ പെയിൻ വിടുന്നുണ്ട്. സോ ഈ ഒരു ടൈമിൽ നമുക്ക് കുറേ ഡീമൺസിനെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ആനിമൽസ് എല്ലാം ഭയങ്കരമായിട്ട് ഇമ്മോർട്ടൽ ആയിരിക്കും. ഒരു തവണ കൊന്നാലും വീണ്ടും റീഇൻകാർണേറ്റ് ചെയ്തു വരുന്നതായിട്ടും കാണാം. പിന്നെ അഞ്ചാമത്തെ പവർ എന്ന് പറയുന്നത് പ്രേതാപാത്താണ്. അതായത് അബ്സോർപ്ഷൻ ചക്രയാണ്. ഏതൊരു എനിമിയുടെ ചക്രയും അബ്സോർവ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ പവറാണ് പ്രേതാപാത്തിന് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പവർ എന്ന് പറയുന്നത് നരകാപാത്താണ്. ഈ ഒരു നരകാപാത്തിൽ നമ്മുടെ കിങ് ഓഫ് ഹെൽ അല്ലെങ്കിൽ യമദേവനെ ആവാഹിച്ചുകൊണ്ട് നിന്ന് എൻട്രോഗേറ്റ് ചെയ്യുകയാണ് എനിമിയുടെ മുമ്പിൽ. സോ ഇതിൽ നമ്മൾ കാണുന്നതനുസരിച്ച് നാവ് പിഴുതും, കള്ളമാണ് പറയുന്നെങ്കിൽ നാവ് പിഴുത് എറിയുവാനുള്ള ഒരു പവർ ഈ നരകാപാത്ത് സമ്മൺ ചെയ്യുന്ന ഹെൽ ഗോഡിന് ഉണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള 6 പാത്ത് ടെക്നിക്സ് റിനഗനിലൂടെ ലഭിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു പവർ പാത്ത് ടെക്നിക്കും കൂടി ഉണ്ട്. അത് ഔട്ടർ പാത്ത് എന്ന് പറയും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് തന്നെ പറയാം. നമ്മുടെ പെയിൻ ആണെങ്കിൽ ഈ ഒരു ഔട്ടർ പാത്ത് ടെക്നിക്ക് ഉപയോഗിച്ചാണ് എൻറ്റയർ കൊണോഹയിലെ മരിച്ചവരെ എല്ലാം ജീവൻ തിരിച്ചു കൊണ്ടുവന്നത്. എടുത്ത് പറയുകയാണെങ്കിൽ മറ്റേ ഗെഡോ മാസോ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ സാസ്കയ്ക്ക് ഔട്ടർ പാത്ത് ടെക്നിക്കായിട്ട് കിട്ടി കാണിക്കുന്നത് നമ്മുടെ ടെലിപ്പോർട്ടേഷനാണ്. എവിടേക്ക് വേണമെങ്കിലും പോകുമെന്ന ടെലിപ്പോർട്ടേഷൻ ടെക്നിക്ക്. മാദ്ര ഉച്ചിഹയ്ക്കാകട്ടെ ലിംബോ സ്റ്റേജിൽ ക്ലോൺസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ പവറാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ച് ഔട്ടർ പാത്ത് ടെക്നിക്ക് ഓരോ വീൽഡേഴ്സിനും യുണീക്ക് ആയിരിക്കും. നമ്മുടെ ഷരിങ്കാനോ ബ്യാക്കുഗാനോ വെച്ച് റിനഗൻ കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. ഈ 3 ഡിജിറ്റ്സുകളിലെ ഏറ്റവും ഗോഡ് ലൈക്ക് പവർ ഉള്ളത് റിനഗന് തന്നെയാണ്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് റിനഗനെ പറ്റി അറിയുന്നവർ തന്നെ ഇതൊരു കേട്ടുകേൾവി അല്ലെങ്കിൽ കെട്ടുകഥ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അൻടിൽ നഗാട്ടോനെ കാണുമ്പോഴാണ് ജിറായ സെൻസെ പോലും അന്താളിച്ച് നോക്കുന്നത് റിനഗൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ. സോ ഇതിനെപ്പറ്റി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അവേക്കൺ ചെയ്തെന്നുള്ള ഒരു കാര്യം തന്നെ ഓർത്താൽ മതി ഈ ഒരു ഡൊജിറ്റ്സു അല്ലെങ്കിൽ ഈ ഒരു ഐ ടെക്നിക്കിൻ്റെ മാഹാലിനെ മനസ്സിലാക്കുവാൻ. ഇത്തരം റിനഗൻ യൂസേഴ്സിനെ ആർക്കൊക്കെ പരാജയപ്പെടുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ നാറൂട്ടോ ഉസുമാക്കി 6 പാക്ക് മോഡിൽ നിന്നിരുന്ന നമ്മുടെ എലോങ് വിത്ത് സാസ്കെ എന്നും കൊണ്ട് പറയണം, അങ്ങനെ നിൽക്കുന്ന മാദ്രേനെ നമ്മുടെ നാറൂട്ടോ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെയിൻ്റെ കാര്യം തന്നെ പറയണ്ടല്ലോ, ഏറ്റവും ഐക്കോണിക് മൊമെൻ്റ് ആയിരുന്നു പെയിനെ ഡിഫീറ്റ് ചെയ്യുന്ന നാറൂട്ടോ ഉസുമാക്കി. അത് പക്ഷേ ഇൻഡയറക്ട്ലി ആ ഒരു ടോക്ക് പ്ലസ് പവറിലൂടെ ആണെന്നും കൂടി ഓർക്കണം. 6 പാക്ക് മോഡിൽ നിൽക്കുന്ന മാദ്രേനെ ഡിഫീറ്റ് ചെയ്ത അല്ലെങ്കിൽ നിയർലി ഡിഫീറ്റ് ആക്കിയ ഒരാളാണ് നമ്മുടെ മൈറ്റ് ഗൈ 8th ഗേറ്റ് വെച്ച്. അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ഹൗ ടു ഡിഫീറ്റ് റിനഗൻ യൂസർ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ടാക്റ്റിക്കലി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഹൈ സ്പീഡ് ടൈജിറ്റ്സു നമ്മുടെ മൈറ്റ് ഗൈനെയൊക്കെ പോലെ, അല്ലെങ്കിൽ ഗെഞ്ചുറ്റ്സു മാസ്റ്റേഴ്സിന് ഇറ്റാച്ചിക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ നഗാട്ടോനെ ട്രാപ്പ് ചെയ്യാമായിരുന്നു. പിന്നെ ചക്ര ട്രെയിനിങ് പവേഴ്സ് അല്ലെങ്കിൽ സീഡിങ് ജുറ്റ്സു ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ടീം സ്ട്രാറ്റജി, ഇതൊക്കെ തന്നെയാണല്ലോ നാറൂട്ടോ സീരീസിലും ഉടനീളം നമുക്ക് ഈ ഒരു റിനഗൻ യൂസേഴ്സിന് എതിരെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വില്ലൻ വരുമ്പോൾ എന്താണ് ഹീറോസ് കാണിക്കുന്നതെന്ന രീതിയിൽ നമുക്ക് മനസ്സിലാകുന്നത്. സോ ഇത്രയൊക്കെയാണ് റിനഗൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇനി ഒരു സമ്മറി രൂപേണ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ സേജ് ഓഫ് 6 പാത്ത് അല്ലെങ്കിൽ ഹോഗ്രോമോ ഔട്സുക്കിയാണ്. ഇനി ഇതിനെ അവേക്കൻ ചെയ്യണമെങ്കിൽ ഇന്ദ്രയുടെയും ആസുരയുടെയും ചക്ര കോമ്പൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഹോഗ്രാമയുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ്ലി ഗ്രാൻഡഡ് ആവണം. പിന്നെ ഇതിൻ്റെ നോൺ യൂസേഴ്സ് ഹോഗ്രാമോ, മദാറ ഉച്ചിഹ, നഗാട്ടോ, സാസ്കെ, ഒബീറ്റോ, ഉരാഷിക്കി എന്നിവരാണ്. ഇതിൻ്റെ സ്പെഷ്യൽ എബിലിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ 6 പാത്ത് ടെക്നിക്സും ഔട്ടർ പാത്തൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പരിധി വരെ ഒരു ലിമിറ്റഡ് കൂൾ ഡൗൺസ് ആണ്. നമുക്കറിയാം 5 സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു ടൈം ഗ്യാപ്പിനിടയ്ക്കിൽ മാത്രമേ പെയിനെ നമുക്ക് പവേർഡായിട്ട് നിൽക്കുമ്പോൾ നാറൂട്ടോയ്ക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എൽഡർ തോട്ട്സ് ഒക്കെ പറയുന്നുണ്ട്. സോ ഇത്രയുമൊക്കെയാണ് ബേസിക്കലി റിനഗനെ പറ്റി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ.
റിനഗൻ്റെ പവർ എബിലിറ്റി, അതായത് 6 പാത്ത് ടെക്നിക്ക് എന്ന് പറഞ്ഞ ഒരു എൻറ്റയർ വീഡിയോ തന്നെ നമ്മൾ വേറെ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്ത് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞ് നിർത്തിയത്. സോ ഇനിയും നാറൂട്ടോ സീരീസിലെ ഡിഫറെൻറ്റ് ഡൊജുറ്റ്സുകളും ഡിഫറെൻറ്റ് ജുറ്റ്സുകളും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും അനാലിസിസും വീഡിയോസും പോൾസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. Too long ago